ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലുമൊക്കെ തന്നെ നിരവധി സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു, നവോത്ഥാന നായകന്മാരുണ്ടായിരുന്നു. അവരൊന്നും യഥാർത്ഥത്തിൽ ജനത്തിൻ്റെ രീതികൾക്കനുസരിച്ച് ഒഴുകിയവരല്ല, അല്ലെങ്കിൽ ആ ഒഴുക്കിൽ മുൻപന്തിയിൽ നിന്ന് നേതാവായിട്ടുള്ള ആളുകളല്ല. പകരം അവരെല്ലാവരും തന്നെ നിങ്ങൾ അറിയേണ്ടത് ജനത്തിൻ്റെ ചിന്താഗതികളെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയ ആളുകളാണ്. അതിപ്പോൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ രാജാറാം മോഹൻ റോയ് മുതൽ ശ്രീനാരായണ ഗുരു മുതൽ തീർച്ചയായിട്ടും തന്തൈ പെരിയോർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ നേതാവ് മുതൽ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ അവരെല്ലാം തന്നെ ധീരമായ നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾക്കനുസരിച്ച് സ്വന്തം അണികളെ ബോധവൽക്കരിക്കാനും സ്വന്തം വഴികളിലേക്ക് കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം എന്ന് പറയുന്നത് മറ്റു പലരുമാണ് ഈ ജനത്തിൻ്റെ ചിന്താധാരകളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കന്മാർക്കോ നമ്മുടെ പറയുന്ന മാധ്യമങ്ങൾക്കോ ഒന്നും തന്നെ വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലേക്ക് എല്ലാ മാധ്യമങ്ങളും എല്ലാ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ അനുകൂലിച്ചിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ കൃത്യമായി ഈ പറയുന്ന പോലെ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, അത് ശബരിമല സ്ത്രീ പ്രവേശന വിധിയാണ്. ആ ശബരിമലയിൽ സ്ത്രീകളെ കൂടി പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞൊരു വിധിയുണ്ടായിരുന്നു. നേരത്തെ ഉള്ളത് നമുക്കറിയാം, അതായത് 10 വയസ്സിൽ താഴെയുള്ളതും 50 വയസ്സിന് മുകളിലേക്കുള്ള സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ അതിനിടയിൽ ഒരു പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു. ഇതൊന്നും കൃത്യമായിട്ട് ആരും നോക്കുന്നുണ്ടായില്ല. പക്ഷേ എങ്കിലും അങ്ങനെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയിൽ ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യാതിരുന്നു. അങ്ങനെ വിസിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് നമുക്കറിയാം സ്ത്രീ പ്രവേശനം വേണം എന്ന് പറഞ്ഞൊരു കൂട്ടർ കോടതിയിലേക്ക് പോകുന്നതും അതുകൊണ്ട് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുന്നതും പിന്നീട് അത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എടുത്തു വെക്കുകയും അതിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇനി ആ തീരുമാനം അനുകൂലമാണെങ്കിൽ പോലും ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ വിധി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ തോതിലുള്ള വിശ്വാസത്തിൻ്റെ പിറന്നുള്ള തിരയിളക്കം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ 10-20 കൊല്ലത്തെ ഒരു സാംസ്കാരികമായിട്ടുള്ള മൂല്യച്യുതിയാണ് എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു ഈക്വാലിറ്റിയൊക്കെ നമുക്ക് പറയാൻ കഴിയാത്ത ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടുതലാണ്. കാരണം ചില സ്ത്രീ വേട്ടക്കാരുടെയും പെൺവേട്ടക്കാർക്കൊക്കെ വേണ്ടി വാദിക്കാനും അത് അന്തസ്സോടുകൂടി പറയാനുമൊക്കെയുള്ള നിരവധി ആളുകൾ, അത് ആണുങ്ങളിൽ നിന്നും ജെൻഡർ വ്യത്യാസമില്ലാതെ പെണ്ണുങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യേക കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. ഇതെല്ലാം ഞാൻ പറയാൻ കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയിരുന്നത് ശബരിമല എന്നുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ വിധി ഉണ്ടായപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം RSSും BJPയും കോൺഗ്രസും അതുപോലെ CPMും LDFിലെ മറ്റ് കക്ഷികളും എല്ലാവരും തന്നെ വളരെ ആഘോഷപൂർവ്വം ഈ വിധി വന്ന ഉടനെ തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതെല്ലാം സ്ത്രീകൾ വലിയ കാര്യമായിട്ട് എടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർക്ക് തന്നെ തെറ്റി. കാരണം തങ്ങളുടെ കൺട്രോളിലല്ല ജനങ്ങൾ എന്ന് മനസ്സിലാവുകയും ഏതാണ്ട് ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും ഇതിനെതിരെ പ്രതിഷേധിക്കാനും ഒക്കെ തുടങ്ങുകയും അപ്പോൾ ചാനലുകളൊക്കെ തന്നെ ഇത് ഏറ്റവും ആദ്യം ഇത് അനുകൂലമായി നിൽക്കുകയും പിന്നീട് ജനൻ TV രണ്ടാമതെത്തുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് അപകടം മനസ്സിലായി. അവർ നേരെ ഉടനെ തന്നെ എന്ത് ചെയ്തു, പ്ലേറ്റ് മാറ്റി മിക്കവാറും തന്നെ അനുകൂലമായി എന്നുള്ളതാണ്. അതായത് ഈ സമരങ്ങൾക്ക് അനുകൂലമായി വിധിക്കെതിരായിട്ടും ഒക്കെ എന്ത് ചെയ്തു, അവരൊന്നും കൊള്ളാത്ത നിലപാടുകളെടുത്തു. നമ്മുടെ രാഷ്ട്രീയക്കാർ ഇതിനേക്കാൾ വലിയ മലക്കം മറിച്ചിലാണ് നടത്തിയത്. കാരണം ഇതിനു വേണ്ടി ലേഖനം എഴുതിയിട്ടുള്ള, ഇതിനുവേണ്ടി പ്രസ്താവന നടത്തിയിട്ടുള്ള BJPയുടെ കെ സുരേന്ദ്രൻ മുതൽ O രാജഗോപാൽ പോലെയുള്ള എല്ലാവരും തന്നെ പതുക്കെ നിലപാട് മാറ്റുകയും പിണറായി വിജയൻ എന്തോ തിടുക്കം കാണിക്കുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്തു. പക്ഷേ നിലപാട് മാറ്റാത്തൊരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അവർ നിലപാട് മാറ്റിയില്ലെങ്കിലും അതിനൊന്നും മയപ്പെടുത്തുക കൂടി ചെയ്തു. കാരണം അവരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണ്, ജനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരും നിലപാട് മാറ്റി. കോൺഗ്രസ് ഒക്കെ തന്നെ പല നേതാക്കന്മാർക്കും പല നിലപാടുകളായിരുന്നു. RSSന് ഇപ്പോഴുമുള്ള നിലപാട് അവിടെ സ്ത്രീ പ്രവേശനം വേണമെന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്ന ഒരു ലെവല് നമ്മൾ കണ്ടു. അപ്പോൾ അതിനുശേഷം ഈ ശബരിമല എന്ന് പറയുന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായി കൂടി മാറി. ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ ഏറ്റവും ആദ്യം CPMന് വലിയ അടിപറ്റി എന്നുള്ളത് നമുക്കറിയാം. കാരണം CPMൻ്റെ പത്മകുമാർ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി 42 കൊല്ലമായിട്ട് ജില്ലാ കമ്മിറ്റി മെമ്പർ, മുൻ MLA ആയിരുന്ന ഒരാൾ, അദ്ദേഹം ഈ കേസിൽ പെടുകയും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആൾ ജയിലിൽ പോവുകയൊക്കെ ചെയ്തു. കൂടാതെ അക്കാലത്ത് ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ള വിജയകുമാർ മുതൽ വാസു വരെയുള്ള ആളുകളൊക്കെ തന്നെ ജയിലിലേക്ക് മാർച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ശങ്കർദാസ് അടക്കം അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് പോലും യഥാർത്ഥത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ കർശനമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനത്തെ തുടർന്ന് അദ്ദേഹത്തെ പോലും ജയിലിലടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നീട് അടൂർ പ്രകാശിലേക്കും ആൻ്റോ ആൻ്റണിയിലേക്കും സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒന്ന് പരുങ്ങലിലായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം പറയട്ടെ, വലിയ തോതിൽ ഒരായുധം ഇപ്പോൾ CPM യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തി. ആ പരിപാടി യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് നടന്നിരുന്നെങ്കിൽ അത് രാഷ്ട്രീയമായി
CPM-ന് ഗുണമുണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നും കൂടാതെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വഴി NSS-നെയും SNDP-യും ഒക്കെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നലൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ CPM രാഷ്ട്രീയമായി വലിയ തോതിൽ ഉണർവുണ്ടാക്കി എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വലിയ തോതിലുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. അത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ കണക്കുകളാണ്. ആ കണക്കുകളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അതിപ്പോൾ എല്ലാ മാധ്യമങ്ങളും തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചില ഹോട്ടലുകൾക്ക് 12 ലക്ഷം കൊടുത്തിട്ടുണ്ട്, ചില ഹോട്ടലുകൾക്ക് 25 ലക്ഷം കൊടുത്തിട്ടുണ്ട്. കൂടാതെ 25,000 രൂപ റൂമുകളിൽ മൂന്നാറിലും കുമരകത്തും വരെ ആളുകൾ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ അങ്ങേയറ്റം മോശപ്പെട്ട കണക്കുകളാണ് കൃത്യമായിട്ട് ഇതുമായിട്ട് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ധാരാളിത്തത്തിൻ്റെയും ധൂർത്തിൻ്റെയും കണക്കുകളാണ് വന്നിട്ടുള്ളത്. ചില കണക്കുകളൊക്കെ വലിയ അതിശയോക്തിപരമാണ്. ഇപ്പോൾ 4,000 പേർ വന്നിരുന്നു, അതുകൊണ്ട് 2,000 പേരുടെ ഭക്ഷണം അല്ലെങ്കിൽ 3,000 പേരുടെ ഭക്ഷണം വേസ്റ്റായി എന്നൊക്കെ പറഞ്ഞ് അതിപ്പോൾ വിളിക്കുന്ന ആളുകളും വരാമെന്ന് പറയുന്നവരുടെയും കാര്യത്തിൽ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെക്കലേ നിവൃത്തിയുള്ളൂ. അത് കുറച്ചൊക്കെ വേസ്റ്റ് ആകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊക്കെ വളരെ ചെറിയ ചിലവുകളായിരിക്കും വരിക. പക്ഷേ ഈ ചെറിയ ചിലവുകൾ കൂടാതെ ഇത്തരത്തിലുള്ള വലിയ ധൂർത്തുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് CPM-ന് പോലും അത് ന്യായീകരിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് എത്തുകയും CPM-ന്റെ സാധാരണ CPM-ന് വേണ്ടി ന്യായീകരിക്കുന്ന തൊഴിലാളികളായി മാറുന്ന മാധ്യമപ്രവർത്തകർ പോലും അത് കൈവിടുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ഇന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും പുതിയ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി വന്നിട്ടുള്ള K. ജയകുമാർ, അദ്ദേഹം നമുക്കറിയാം ഒരു ഗാനരചയിതാവാണ്, സാഹിത്യകാരനാണ്, കൂടാതെ അദ്ദേഹം IAS കാരനായിരുന്നു. അദ്ദേഹം പോലും ഇത്തരത്തിൽ ഈ പറയുന്ന ഫണ്ടുകൾ ചെലവഴിക്കുമ്പോൾ അത് സ്പോൺസർഷിപ്പായി കിട്ടുന്ന പണമാണെങ്കിലും അയ്യപ്പന് വിശ്വാസത്തോടുകൂടി ആളുകൾ കൊടുക്കുന്ന പണമാണ്. ആ പണം ചെലവഴിക്കുമ്പോൾ വളരെ സൂക്ഷ്മത വേണമായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ ഇതിനകത്ത് വന്നിട്ടുള്ള സ്പോൺസർഷിപ്പുകളൊക്കെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒന്ന്, ധനലക്ഷ്മി ബാങ്കാണ് സ്പോൺസറായിട്ടുള്ളത്. അത് അവർ സ്പോൺസർ ചെയ്യും, കാരണം ശബരിമലയിലെ പ്രധാനപ്പെട്ട അക്കൗണ്ട് അവരുടെ കയ്യിലാണ്. കൂടാതെ കേരള ബാങ്കാണ്. കേരള ബാങ്ക് സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞാൽ സഹകരണ വകുപ്പിൻ്റെ മന്ത്രിയാണ് VN വാസവൻ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചുള്ളത് സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മൂന്നാമത്തേത് അദാനിയാണ്. അദാനി ഗ്രൂപ്പ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന VN വാസവനാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സ്പോൺസർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പത്രത്തിലുള്ള സ്പോൺസർഷിപ്പുകളാണ്. അപ്പോൾ സ്പോൺസർഷിപ്പുകൾ കിട്ടി എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാക്കുകയും എന്നാൽ അതിനനുസരിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിയെ പോലെയുള്ള ചില ആളുകളെ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഒരു കമ്പനിയെ ഇത്തരത്തിലുള്ള ഒരു ഈവൻറ്റ് മാനേജ് ഏൽപ്പിക്കുകയും വലിയ തോതിൽ ചോദിക്കുന്ന പണം കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകളിലൂടെ നമുക്ക് വെളിവാകുന്ന ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു മൂന്നാമത്തെ യാമത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും അടുത്തുള്ള നിമിഷങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി വിലക്ക് വാങ്ങുകയാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് CPM ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു, ഇതിൽ ശബരിമലയിൽ നിന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ ഒരു ഫണ്ടും എടുക്കാൻ കഴിയില്ല, കൂടാതെ കണക്കുകൾ തരണം എന്നും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് രണ്ടും വളരെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് ഇത്തരം ഒരു നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയും ദേവസ്വം ബോർഡ് കമ്മീഷണറോടക്കം ഇതിന് ന്യായീകരണങ്ങൾ, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ആ സംശയങ്ങൾക്ക് പോലും കൃത്യമായി മറുപടി കൊടുക്കാതിരിക്കുകയും കൃത്യമായി GST ബില്ലുകൾ കീപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു ഇൻപുട്ട് ക്രെഡിറ്റായി കിട്ടേണ്ട 62 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ ഈ പറഞ്ഞ പോലെ വടി കൊടുത്ത് അടി വാങ്ങുന്ന പണിയാണ് ഇപ്പോൾ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ കാഴ്ചയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവരുടെ 2-3 നേതാക്കളൊക്കെ ജയിലിൽ പോയെങ്കിൽ പോലും ആ ജയിലിൽ പോയതൊന്നും കുഴപ്പമില്ല, കാരണം ഇതെല്ലാവരും കളവ് കടത്തിയിട്ടുണ്ട്. കൊടിമരം ഘട്ടത്തിലൊക്കെ തന്നെ കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ട് എന്നൊക്കെ ജനം വിശ്വസിച്ച് തുടങ്ങിയ ഒരു സമയത്താണ് ഇവർ ഇത്തരത്തിൽ ഈ ശബരിമലയിൽ കിട്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയിട്ടുള്ള പണമാണെങ്കിൽ പോലും അതെടുത്ത് ദൂർത്തടിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ഗവൺമെൻറ് പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അവിടുത്തെ പ്രശാന്ത് അടക്കമുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള വീഴ്ചയായിരിക്കും. അവർ കുറച്ചുകൂടി ആർഭാദത്തോടുകൂടി ജീവിച്ചതായിരിക്കും. മൂന്നാറിലൊക്കെ അടക്കം ഇതിനു വേണ്ടി റൂം എടുത്തിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് എങ്ങനെയാണ് ശബരിമലക്ക് വരിക എന്നുള്ളത് നമുക്കറിയില്ല. ഇനി വല്ല ഷോർട്ട് കട്ട് ഉണ്ടോ, തുരങ്കപാത നിർമ്മിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള ആളുകളാണ്. 25,000 രൂപയാണ് ഒരു ദിവസത്തെ റെൻ്റ് എന്ന് പറയുന്നത്. പല ഹോട്ടലിൽ കൊടുത്തേക്കണം വളരെ അതിശയോക്തിപരമായിട്ടുള്ള റെൻറ്റുകളും ഒക്കെ തന്നെയാണ്. കാരണം ഇപ്പോൾ താജിലടക്കം നിങ്ങൾ അറിയേണ്ടത് 25,000 മുതൽ 56,000 രൂപ വരെ കിട്ടും. അത് ഒരുമിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ തോതിൽ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ വലിയ തോതിൽ അവർക്കൊക്കെ തന്നെ അഡ്വാൻസായി കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അതെല്ലാം തിരിച്ചു മേടിക്കുകയും ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള കമ്പനിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് തൽക്കാലം ഇതിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, വെറുതെ ഒരു പുലിവാല് പിടിക്കുകയാണ് LDF ഗവൺമെൻറ് ചെയ്തത്.